പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ഡിസ്പ്ലേ ചേഞ്ചാണ് ചെയ്യുന്നത്. പോക്കോ M4 Pro 5G എന്ന് പറഞ്ഞ ഫോണിലാണ് ഡിസ്പ്ലേ മാറുന്നത് കേട്ടോ. നമ്മൾ ഒരു 250 ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ബാക്ക് സൈഡിലെ ഈ പാനൽ നമ്മൾ ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഈ ആക്ഷനിലാണ് കാര്യം ഇരിക്കുന്നത്. അധികം ചൂടാക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മെൽറ്റായി പോകും. അപ്പോൾ നമ്മൾ അധികം വെച്ചുകൊണ്ടിരിക്കാണ്ട് തന്നെ എല്ലായിടത്തും റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഹീറ്റ് എത്തിക്കാൻ നോക്കുക. എന്നിട്ട് ഈ പാനൽ നമ്മളൊരു ഓപ്പണിംഗ് ടൂളോ അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് സ്പീഡാക്കുവാണ്. അപ്പോൾ നമ്മൾ അത് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഊരുമ്പോൾ ഇടത് വശത്ത് കാണുന്ന ആ സ്ട്രിപ്പ് പൊട്ടാതെ നോക്കണം. അത് പവർ ബട്ടണിൽ വരുന്ന ഫിംഗർ പ്രിൻ്റാണ്. അതിനുശേഷം നമ്മൾ ബാക്കി എല്ലാ സ്ക്രൂകളും അഴിക്കണം. അതിന് മുന്നേ നമുക്ക് ബാറ്ററി ഊരിയെടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ മദർ ബോർഡിൻ്റെ സ്ട്രിപ്പുകളും കാര്യങ്ങളെല്ലാം അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തിരി IP ആഡ് ചെയ്തതിന് ശേഷം ഈ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്ത് പോയിട്ട് പോകും. അപ്പോൾ ഇത് നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ ഗ്ലൂ അത്യാവശ്യം നല്ല ശക്തിയുണ്ട്. ബാറ്ററിയുടെ നമ്മൾ പുറകിലാണ് കാണുന്ന സ്റ്റിക്കർ വലിച്ചിളക്കുമ്പോൾ അവിടെ കാണുന്ന ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് നോക്കണം. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ഉള്ള കാരണം കുഴപ്പമില്ല, അല്ലാത്താണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതെ, ഡിസ്പ്ലേ ഇതാണ് കണ്ടീഷൻ. ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫോൺ പൊട്ടിയിരിക്കുമായിരുന്നു. ഗ്ലാസ് മാറാതെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ മഴവെള്ളം അതിൻ്റെ ഇടയ്ക്ക് കയറി പോവുകയും ഇത് ഡിസ്പ്ലേ ഷോർട്ടായി ലൈൻസൊക്കെ ആകെ കളറെല്ലാം മാറി ആകെ ഡാമേജ് കിട്ടുകയും ചെയ്തിട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അധികം പൈസ മുടക്കാതെ തന്നെ അത് ചേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര രൂപയ്ക്കൊക്കെ കിട്ടുമെന്ന്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും തോറും ഡിസ്പ്ലേയുടെ കണ്ടീഷൻ മോശം, അതുവഴി മദർ ബോർഡ് വരെ ഷോർട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലത്തെ മെറ്റാലിക് ഓപ്പണിംഗ് ടൂൾസുകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ ഡാമേജ് വന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഉപയോഗിച്ച് തുറക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഓപ്പണിംഗ് ടൂൾസും മറ്റു കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഹീറ്റ് പ്രോപ്പറായിട്ട് അടിച്ച് ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒരു ആക്ഷനിലേക്ക് നമ്മുടെ കൈ വഴങ്ങി കിട്ടണം. ആ വഴങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പ്ലേ അങ്ങനത്തെ കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇനി ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു വർക്കല്ല ഫോണിൻ്റെ ഡിസ്പ്ലേ മറന്നതെന്നും അതുപോലെ തന്നെ ബാക്കി കമ്പോണൻ്റൊക്കെ സർവീസ് ചെയ്യുന്നത് എല്ലാ സമയമെടുത്ത് സാവകാശം ചെയ്യണം. കാരണം വെച്ചാൽ നമ്മളൊരു ചെറിയൊരു ശ്രദ്ധാക്കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോണിൻ്റെ ഒരു കമ്പോണൻ്റ് എന്തെങ്കിലുമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ലോസ് സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മളിങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഡിസ്പ്ലേ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമെന്ന് നമ്മൾ ഈ സ്റ്റിക്കറും കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ആ സ്ട്രിപ്പ് വിട്ട് വരുള്ളൂ. ഡിസ്പ്ലേയുടെ കൂടെ വരുന്ന സ്ട്രിപ്പാണ്. അത് മദർ ബോർഡിലേക്ക് നേരെ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ആ സ്ട്രിപ്പ് കൂടി എടുത്ത് കളയണം കേട്ടോ. സ്റ്റിക്കർ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ബാറ്ററിയുടെ സ്റ്റിക്കർ കിട്ടുവാണെങ്കിൽ അത് അവിടെ വെച്ചേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിന് പകരം നമ്മുടെ ഗ്ലൂ ഉപയോഗിക്കാം. ബ്ലാക്ക് കളർ ഗ്ലൂ ഉപയോഗിക്കാം. അത് ഡ്രോപ്സ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഒട്ടിച്ച് വെക്കണ്ടാവും. ഡിസ്പ്ലേ നല്ല കണ്ടീഷണൽ ഡിസ്പ്ലേ ആയിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മഴവെള്ളം കയറിയതാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള ചില്ല് പൊട്ടിക്കിടക്കുന്നതും അഴുക്കുകളെല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ആ ഡിസ്പ്ലേ സിറ്റ് ആവുന്ന ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് നല്ല കണ്ടീഷനായിട്ട് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഡിസ്പ്ലേ നല്ലതായിട്ട് സിറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ വെള്ളം കയറാതൊക്കെ ഇരിക്കുള്ളൂ. സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ഒഴിക്കുമ്പോൾ കയറാതിരിക്കാനുള്ള സൊല്യൂഷൻ അത് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് നമ്മൾ ആ സൈഡെല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കണ്ടീഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മുകളിലത്തെ സ്പീക്കർ മോഡ്യൂളിൻ്റെ ക്യാമറ അതുപോലെ തന്നെ നമ്മുടെ പ്രോക്സിമിറ്റി സെൻസറുകൾ മറ്റു കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനകത്തൊന്നും പോകാതെ തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് പാനലാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള IPS പാനലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ വലിയ ഡിസ്പ്ലേക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഈ ഫ്രെയിമും കൂടി വരുന്നുണ്ട്. ഫ്രെയിമും അതുപോലെ തന്നെ ക്യാമറയുടെ ഗ്ലാസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒട്ടിച്ച് വെച്ച് ഫിംഗർ പ്രിൻറ്റിൻ്റെ കേബിൾ കണക്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി ബാക്കി സ്ക്രൂകൾ ഇടണം. അതിന് ശേഷം മാത്രമേ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മുകളിലും താഴെയും സ്ക്രൂകളൊക്കെ ഇടും. അതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്യുന്നു, പശ ഒട്ടിക്കുന്നു, പരിപാടി കഴിഞ്ഞത്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നാളെ കസ്റ്റമർക്ക് ഇത് കൊടുക്കും. എല്ലാ ഭാഗത്തും സിറ്റ് ആയിട്ടുണ്ടെന്ന് ഒന്നുകൂടി നോക്കാതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ ഒരു മൂലക്ക് വെക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.